ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 8 മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. You are the reporter of a local daily who witnessed the abduction of Tineke Boga and Rodalis by the fishermen of Nabucalevu. You prepare a newspaper report on the incidents to be published in the daily. What would you write? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. നമുക്ക് ആദ്യം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത് പഠിക്കാം. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഒരു ഹെഡ്ലൈൻ ആണ്. ആ ഹെഡ്ലൈന് വളരെ ക്രിസ്പായിട്ട് ഷോർട്ടായിട്ട് കൊടുക്കുക. അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് തൊട്ട് താഴെ കൊടുക്കേണ്ടത് ബൈലൈൻ ആണ്. ബൈലൈൻ എന്ന് വെച്ചാൽ ആരാണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അതിനുശേഷം ഡേറ്റ് ലൈൻ ആണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ലൈനിൽ നിങ്ങൾ ഡേറ്റും അതുപോലെ തന്നെ എവിടെ നിന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള പ്ലേസും നിങ്ങൾ അവിടെ കൊടുക്കണം. അതിനുശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും സെന്റൻസുകൾ നമ്മൾ ലീഡ് സെന്റൻസ് എന്നാണ് പറയുക. അതിൽ എന്താണ് നടന്നത്, എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നടന്നത്, എവിടെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുകൂടെ പറയാം. അതിനുശേഷം വരുന്ന 4ഉം 5ഉം സെന്റൻസുകളാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം അഡീഷണൽ ഫാക്റ്റുകൾ, അതായത് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും ഇനി ആരെങ്കിലും അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സംസാരം അല്ലെങ്കിൽ കോട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും അടിപൊളിയായിരിക്കും. ഏറ്റവും അവസാനത്തിൽ ഒരു 1-2 സെന്റൻസുകളായിട്ട് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, പ്രസന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞ കാര്യത്തിലല്ലേ ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പ്രസന്റ് കണ്ടീഷനിൽ കൊടുക്കുക. അതുപോലെ എന്ത് ആക്ഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നുള്ളതും നമ്മൾ കൊടുക്കുക. സോ ഇതാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമുക്കൊരു 8 മാർക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും.